നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള പൾസർ സുനി വെറും 13 വർഷം കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം, സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് കോടതി വിധി. എന്ത് തോന്നുന്നു? നീതി കിട്ടിയോ? അല്ലെങ്കിൽ നീതി എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ നമുക്ക് ഇത് നീതികേടാണ് എന്ന് പറയേണ്ടി വരും. കാരണം കോടതി വിധിയെ നമുക്ക് എതിർക്കാൻ കഴിയില്ല, കോടതി അലക്ഷ്യം എന്നൊക്കെ ആകാം. പക്ഷേ ഒരു പൊതുജനം എന്ന രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് ഒരു തരത്തിലും ഈ ഒരു വിധിയോട് യോജിക്കാൻ കഴിയുന്നില്ല. ഒന്ന് ഓർത്തു നോക്കുക, ഒരു രാത്രിയിൽ കൊച്ചി പോലൊരു നഗരത്തിലാണ് അവർ ആക്രമിക്കപ്പെടുന്നത്. ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ നടന്ന സംഭവമല്ല ഇത്. ഒരു കൊച്ചി പോലെ ഒരു ഉറക്കമില്ലാത്ത ഒരു സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു നഗരത്തിൽ ഒരു നടി അവർ ആക്രമിക്കപ്പെടുകയാണ്. നടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാമല്ലോ, അവർ അത്ര പ്രിവിലേജ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് അതുപോലെ ഒരു നഗരത്തിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് കിട്ടേണ്ട ശിക്ഷ അത് പരമാവധി ശിക്ഷയായിരിക്കണം, അല്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടും. നമ്മൾ ഒരു കോടതി വിധി എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അത് സമൂഹത്തെ ഏറെ ബാധിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ അതിലൊരു വിധി പ്രഖ്യാപിക്കുമ്പോൾ നീതി കിട്ടണം എന്നുള്ളത് ഓരോ സ്ത്രീയുടെയും, ഈ നാട്ടിലെ ഓരോ സ്ത്രീയുടെയും അവകാശമാണ്. പക്ഷെ ആ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മൾ അവസാനമായി ആശ്രയിക്കുന്നത് എവിടെയാണ്? കോടതിയിലാണ്. കോടതിയിൽ നിന്ന് നമുക്ക് നീതി കിട്ടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ അവിടെയും നമുക്ക് നീതി കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് ഇനി ഒരു പെൺകുട്ടിക്ക് മുൻപോട്ട് പോകാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്താണ് ഈ കോടതി വിധി ഇങ്ങനെയായി പോയത്? 20 വർഷം കഠിന തടവെന്നാണ് പറയുന്നത്. ഇതിനൊരു കഠിന തടവായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഓൾറെഡി ഇവർ 7-8 വർഷത്തോളം ഒക്കെ ആയി ജയിലിൽ കിടക്കുന്നവരാണ്. ഇനിയിപ്പോൾ ബാക്കി കൊല്ലം കൂടി ജയിലിൽ കിടന്നാൽ മതി. അതായത് പൾസർ സുനിക്ക് ഇനി ഏകദേശം 13 വർഷം, മാർട്ടിന് 13 വർഷം, മണികണ്ഠന് 16 വർഷം, വടിവാൾ സലീമിന് 18 വർഷം, പ്രദീപിന് 18 വർഷം, വിജീഷിന് 16 വർഷം. ഇങ്ങനെ ഇനി ബാക്കി ഇത്രയും വർഷങ്ങൾ കിടന്നാൽ മതി. അവർ ചെയ്ത ഒരു തെറ്റിന് കൊടുക്കേണ്ട ശിക്ഷ ഇതാണോ? അതായത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരുപാട് പാളിച്ചകളുണ്ട് എന്ന് പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്. ആ പഴുതുകളിലൂടെ ഈ ക്രിമിനലുകൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കേൾക്കാറേ ഉള്ളൂ. ഇന്നിപ്പോ നമുക്ക് അതിന്റെ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള മുഖം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ കോടതിയെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം കോടതി കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രതികൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതായത് അതിൽ പ്രധാനമായിട്ടുള്ളതും ഇവരുടെയൊക്കെ പ്രായമാണ്. 40 വയസ്സിന് താഴെയുള്ളവരാണ് ഇവരെന്നതും ഇവർക്ക് ഇനി കുറ്റബോധം ഉണ്ടാകാം, തെറ്റ് തിരുത്തി വീണ്ടും ഒരു നല്ല മനുഷ്യനായിട്ട് വരും എന്നുള്ള ഒരു ബോധത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പരിഗണിച്ചുകൊണ്ടാണ് ഈ കുറ്റം അല്ലെങ്കിൽ ശിക്ഷ കുറച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് ഒരു നിയമത്തിന്റെ പഴുത് എന്ന് പറയുമ്പോൾ നമുക്ക് പരിശോധിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവരൊക്കെ ഇന്ന് കരഞ്ഞുകൊണ്ട് കോടതിക്ക് മുന്നിൽ വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ കുടുംബത്തിനത്താണി, ഞാൻ ഇതിലൊന്നും മനഃപൂർവ്വമല്ല, ഇതിലിപ്പോ പ്രതിയായിട്ടുള്ള ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി മാത്രമാണ് പീഡിപ്പിച്ചിരിക്കുന്നത് എന്ന തരത്തിലാണ് വരുന്നത്. അതായത് ബാക്കിയുള്ളവരൊന്നും കുറ്റമേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് മുന്നിൽ കാല് പിടിച്ച് കരയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സാഹചര്യം കൂടെ പരിഗണിക്കേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്തമാണ്. അതായത് ഇപ്പോ അതിജീവിതയെ പോലെ തന്നെ ഈ പറയുന്ന പ്രതികൾ എല്ലാവരും തന്നെ അവരും ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അവരെയും പരിഗണിക്കാൻ കോടതിക്ക് നിർബന്ധിതമാകപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട പഴുതെന്ന് പറയുന്നത്. അവൾക്കറിഞ്ഞു തീർത്ത 8 വർഷമോ? അത് എന്തുകൊണ്ട് കോടതി പരിഗണിക്കുന്നില്ല? ഒരു സ്ത്രീയെ ഈ പറയുന്ന പോലെ ഒരു രാത്രിയിൽ ഒരു വാഹനത്തിലിട്ട് ഇത്രത്തോളം ആൾക്കാർ ചേർന്ന് അതിക്രൂരമായി ആക്രമിക്കുന്നു. അതിന്റെ ഒരു ട്രോമ അവരിൽ അത് എത്രത്തോളം ഉണ്ടായിരിക്കാം? അവരെ പിന്തുണയ്ക്കുന്നവർ എത്രയോ ആൾക്കാർ അവരെ ആ സമയം മുതൽ പിന്തുണച്ച് ഈ സമയം വരെ ഒപ്പമുണ്ട്. അപ്പോഴൊക്കെ അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു കോടതിയുണ്ട്, ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥിതിയുണ്ട്, അവിടെ നിന്ന് നമുക്ക് നീതി കിട്ടും എന്നുള്ള ഒരു പോരാട്ടമായിരുന്നല്ലോ ഈ കഴിഞ്ഞ 8 വർഷം നമ്മൾ കണ്ടത്. പക്ഷെ അത് എവിടെയാണ് അവർക്ക് നീതി കിട്ടിയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ ഇവിടെ കാണേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. നമ്മൾ ഡൽഹിയിലെ പീഡനം, നിർഭയ കൊല്ലപ്പെടുന്നു, അതിക്രൂരമായി അവർ കൊല്ലപ്പെടുകയാണ്. പിന്നീട് ഈ പറയുന്ന വലിയൊരു പ്രതിഷേധം, അവിടുത്തെ ഡൽഹി ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഈ ഇന്ത്യ മുഴുവൻ ആ പ്രതിഷേധം ഏറ്റെടുക്കുന്നു. അതിനുശേഷമാണ് ഈ പ്രതികൾക്ക് അവരെ വധശിക്ഷയ്ക്ക് പോലും വിധിക്കുന്നത്. അതിനിടയിൽ എത്രയോ നിയമ പോരാട്ടം നമ്മൾ കണ്ടതാണ്. ഇതിനിടയ്ക്ക് ആ പ്രതികൾക്ക് വേണ്ടി വാദിച്ചു വന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടതാണ്.
അതിനുശേഷം വധശിക്ഷ വിധിച്ചു കഴിഞ്ഞിട്ട് ഈ രാജ്യം, ഇവിടുത്തെ നിയമവ്യവസ്ഥിതി, ഇവിടുത്തെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്, ഇനി ഒരു നിർഭയ ഉണ്ടാകില്ല. അതിനുശേഷം എത്ര നിർഭയമാരിവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് ആരുണ്ടാക്കുന്നതാണ് ഈ നിർഭയമാരെയും ഈ പറയുന്ന ഈ പ്രതികളെയും ഒക്കെ ആര് സൃഷ്ടിക്കുന്നതാണ്? ഇവിടുത്തെ നിയമവ്യവസ്ഥിതിക്ക് തെറ്റുപറ്റുമ്പോൾ അതിന്റെ പാളിച്ചകൾ ഇനിയും തിരുത്തി എഴുതപ്പെട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് നിർഭയമാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത്ര ഒരുപക്ഷെ ഈ കാര്യത്തിൽ നമ്മൾ വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഇത് നീതീകരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. കോടതി പറഞ്ഞിരുന്നു, കോടതിയുടെ ഒരു ഇന്നത്തെ കോടതി വിധി പറയുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു, അതായത് വൈകാരികമായ ഇടപെടൽ കോടതിയിൽ കഴിയില്ല. ശരിയാണ്, അവിടെ തെളിവുകളും നിയമങ്ങളും ഒക്കെയാണ് അവർ വെച്ച് സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു ജനകീയ കോടതിയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ വൈകാരികമായേ കാണുകയുള്ളൂ. കാരണം പുറത്തിറങ്ങി ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകൾ ഈ നാട്ടിലുണ്ട്. അവർക്ക് കുടുംബം പോറ്റണമെങ്കിൽ രാവും പകലും ഒക്കെ ജോലിക്ക് പോകുന്നവരുണ്ട്. ഇപ്പോൾ ഈ നടിക്ക്, ഇത്രയും പ്രിവിലേജ് ഉള്ള ഒരു നടിക്ക് പോലും നീതി കൃത്യമായി കിട്ടുന്നില്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്നിപ്പോൾ കോടതി പറയുന്നുണ്ട്, ഈ പറയുന്ന പ്രതികൾക്ക് അവരുടെ കുടുംബ പശ്ചാത്തലം, ഇവർ ജയിലിലായി കഴിഞ്ഞാൽ ആ കുടുംബത്തെ നോക്കാൻ ആരുമില്ല, അതൊക്കെ പറഞ്ഞാണല്ലോ കരഞ്ഞത്. അതായത് ഇപ്പോ ഈ ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള പൾസർ സുനി, ആ പൾസർ സുനിക്ക് മാത്രമാണ് മുൻകാല ക്രിമിനൽ കേസുകൾ ഉള്ളത്. ബാക്കി അവിടെയാണ് പാവങ്ങളാണ് എന്ന തരത്തിൽ. ഈ പാവങ്ങൾ അതവിടെ നിൽക്കട്ടെ, അതാണ് ഏറ്റവും പ്രധാന പോയിന്റ്. പൾസർ സുനി ഒരു സ്ഥിരം കുറ്റവാളിയാണ്. അയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട്. സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു മനോഭാവം അയാളുടെ ഉള്ളിലുള്ളതാണ്. അങ്ങനെ ഒരാൾക്ക് ഇനി 13 വർഷം ജയിലിൽ കിടന്നാൽ മതി. അയാൾ ചെയ്ത കുറ്റകൃത്യത്തിന് ആ ഒരു ശിക്ഷയാണോ വേണ്ടത്? അവിടെയാണ് നമ്മൾ പറയുന്നത് ഇത് നീതി നിഷേധമായി പോയി. ഇന്നിപ്പോൾ ഈ വാദപ്രതിവാദങ്ങളൊക്കെ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ ഉയർന്നു. ആ സമയത്താണ് പൾസർ സുനിയും മറ്റ് ഈ ക്രിമിനലുകൾ ഇവരെല്ലാം കോടതിക്ക് മുൻപിൽ കിടന്ന് കരയുന്നത്. അതൊന്നും ഇവിടെ നമുക്ക് അവരുടെ കരച്ചിലോ അവരുടെ കുടുംബ പശ്ചാത്തലമോ എന്റെ കുടുംബം നോക്കാൻ ഞാനേ ഉള്ളൂ അത്തരത്തിലുള്ള ഒരു ന്യായവാദങ്ങൾ നമ്മൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഓർത്തില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്ന് ആ നടി അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ എത്തിയില്ല. അവർ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു കാര്യമുണ്ട്. അതായത് മാധ്യമങ്ങൾ അവരെ വിളിച്ചു ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ കോടതിയിൽ എത്തിയില്ല? എനിക്ക് ആ വിധി കേൾക്കാൻ വരാൻ താല്പര്യമില്ല. അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് നീതി നിഷേധമാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രഹസനത്തിന് വേണ്ടി കോടതിയിൽ പോയി ഹാജരാകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പൊ കോടതി ചോദിക്കുന്നുണ്ട്, അതായത് ഈ വിധി പ്രസ്താവന നടത്തിയതിന് ശേഷം കോടതി ചോദിക്കുന്നുണ്ട് അതിജീവിതയുടെ അഭിഭാഷകയ്ക്ക് അതിജീവിത പറഞ്ഞതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കോടതിയിൽ പറയാനുണ്ടോ എന്ന്. അപ്പോൾ തിരക്കിയപ്പോഴാണ് 2-3 തവണ തിരക്കിയപ്പോഴും അഭിഭാഷക അവിടെയില്ല. അവര് കൃത്യമായി പറയുന്നുണ്ട്, അവിടെ നടക്കുന്ന ഒരു പ്രഹസനത്തിന് എനിക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അവിടെ ഇന്ന് ഇങ്ങനെ ഒരു വിധിയായിരിക്കാം ഉണ്ടാകാൻ പോകുന്നത്. കാരണം ദിലീപ് പല പഴുതുകളിലൂടെ രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവിടെ സംഭവിക്കാൻ പോകുന്നത് അതിജീവിതയെ അപമാനിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് കോടതിയിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് TB മിനി ഇന്ന് കോടതിയിൽ പോയിട്ടേ ഇല്ല. അതിനുശേഷം അവർ മാധ്യമങ്ങളോടാണ് തന്റെ ഒരു എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത്. ഇപ്പോ വിയ്യൂർ ജയിലിലേക്കാണ് ഇവരെയൊക്കെ മാറ്റുന്നത്. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു നടപടികളൊക്കെ ഉണ്ടാകുന്നത്? ഈ സുഖവാസം തന്നെയായിരിക്കും. കാരണം പല കേസുകളിലും പല പ്രതികളും പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഏറ്റവും അടുത്ത് കേസൊന്നും അല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടം 16 ദിവസം ഒളിച്ച് നിന്ന് അവിടുന്ന് പുറത്തു വരുമ്പോൾ കുട്ടപ്പനായിട്ട് വന്നു എന്നൊക്കെ സംസാരമുണ്ട്. ഇതിനു മുമ്പ് ഗോവിന്ദസ്വാമി പോലുള്ള ആളുകളൊക്കെ ഈ ജയിൽവാസം കഴിഞ്ഞു വരുമ്പോൾ പുറത്ത് ജീവിച്ചതിനേക്കാൾ ഡബിൾ ഹാപ്പി ആയിട്ടുള്ള മുഖമായിട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഗതി എന്തായിരിക്കും? ഈ എന്തായാലും ചെല്ലുമ്പോൾ അവിടെ വിയ്യൂരിൽ നിന്ന് നടയടി ഉറപ്പാണ്. അത് മേടിച്ചു കൂട്ടിയേ മതിയാകുള്ളൂ. മറ്റൊരു കാര്യം, ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിയ്യൂര് സാധാരണ കൊടും ക്രിമിനലുകളുള്ള ഒരു കേന്ദ്രമാണ് വിയ്യൂര്. അത് മാത്രമല്ല ഈ രാഷ്ട്രീയ കൊലപാതകത്തിൽ ഉൾപ്പെട്ട ആൾക്കാരൊക്കെ വിഹരിക്കുന്ന ഒരു കേന്ദ്രവും കൂടിയാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരല്ലല്ലോ. രാഷ്ട്രീയ കൊലപാതകികൾ, അതായത് നമ്മൾ കൊടിസുനി, കിർമാണി മനോജ്, അവരൊക്കെ വിയ്യൂരിൽ സുഖവാസത്തിൽ കഴിഞ്ഞതിന്റെ എത്രയോ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമാണ് ഈ ഒരു കേസ്. കാരണം ഈ ഒരു കേസിൽ പോലീസിനെ പോലും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ദിലീപിന്റെ ചില വാദപ്രതിവാദങ്ങളൊക്കെ. അതായത് എനിക്കെതിരെ പോലീസ് ക്രിമിനൽ ഗൂഢാലോചന നടത്തി,
ആ ഒരു കേസിലെ ആൾക്കാരാണ് ഇവര്. അപ്പൊ ഇവർക്ക് അത്ര സുഖകരമായിരിക്കില്ല വിയൂരിലെ ജീവിതമൊന്നും. പിന്നെ ഒരു കാര്യമുണ്ട്, അവിടെ തിന്നു കൊഴുത്ത് കിടക്കുമ്പോഴത്തേക്ക് പുറത്തിറങ്ങുമ്പോൾ എന്തായാലും സുന്ദര കുട്ടപ്പന്മാരായിരിക്കും, അക്കാര്യത്തിൽ ഒരിതും വേണ്ട. പക്ഷെ ഇവിടെയാണ് നമ്മൾ പറയുന്നത്, അങ്ങനെ നമ്മുടെ കാശിന് തിന്നുകൊഴുത്ത്, ഇവിടുത്തെ പൊതുജനങ്ങളുടെ കാശിന് തിന്നുകൊഴുത്ത് അകത്ത് കിടക്കുകയാണ് ഈ പീഡകന്മാരൊക്കെ. ഇവിടെ എവിടെയാണ് നീതി? ഇത് ശരിക്കും അതിജീവിതയെ അപമാനിക്കുന്നതിന് തുല്യമായി പോയി എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇതില് ഒരു നിരാശ എന്താണെന്നറിയോ? അതായത് ഈ കോടതി വാദങ്ങൾ ഓരോ വിഭാഗം, എതിർഭാഗത്തുള്ളവരാണെങ്കിലും അവർക്ക് ജയിക്കാൻ വേണ്ടി അവർ ഓരോ കാര്യങ്ങൾ നിരത്തുമല്ലോ. ആ കൂട്ടത്തില് ഇവര് പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അങ്ങ് ദഹിക്കാതെ വരും. അതായത് ഇന്നിപ്പോ പ്രതികൾ പറയാണ് ദിലീപിന് പോലും ജാമ്യം കിട്ടി, അല്ലെങ്കിൽ ദിലീപ് പോലും കുറ്റവിമുക്തനായി പോയി എന്നുള്ള കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരെയും വെറുതെ വിടണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. ഗൂഢാലോചന നടത്തി, ദിലീപ് ഗൂഢാലോചന നടത്തി എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാതെ പോയത് കൊണ്ടാണ് ദിലീപ് രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് മേൽക്കോടതികളിലേക്ക് പോകും, ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു ദിലീപിനെ വെറുതെ വിട്ടത് കൊണ്ട് ഞങ്ങളെയും അങ്ങ് വെറുതെ വിട്ടുകൂടെ? അത് അവരുടെ ഒരു അഹങ്കാരം ഒന്ന് ഓർത്തു നോക്കണം. അതായത് ചെയ്ത തെറ്റെന്താണെന്ന് ഇപ്പോഴും അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇവർക്ക് എങ്ങനെയാണ് ഈ കോടതി പറയുന്ന പോലെ ഇനി അങ്ങോട്ട് മാനസാന്തരം ഉണ്ടാകാൻ പോകുന്നത്? 13 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് എങ്ങനെ മാനസാന്തരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ ഗോവിന്ദചാമിയെ അങ്ങ് പുറത്തിറക്കി വിട്ടാൽ പോരെ മാനസാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്? ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഈ സ്ത്രീകൾക്ക് എവിടെ നീതി കിട്ടുന്നു എന്നുള്ള ചോദ്യം അവിടെയാണ് ഉയരുന്നത്. ഈ പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതെല്ലാം ആണോ എന്നുള്ള ഒരു ചോദ്യം പൊതുവെ ഈ പണം എന്നുള്ള വിഷയം വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. ഇന്നിപ്പോ ഈ ശിക്ഷ ഈ പറയുന്നത് പോലെ അത്ര നീതിയായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം നിലവിൽ പൾസർ സുനി അനുഭവിച്ചിട്ടുള്ള ആ ഒരു കോടതിയുടെ ഭാഗമായിട്ട് 7.5 വർഷത്തോളം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് 12.5 വർഷം മാത്രം ജയിലിൽ കിടന്നാൽ മതി. അങ്ങനെയാണ് ഓരോ പ്രതികളുടെയും ജയിലിൽ കിടക്കേണ്ട സമയം വരുന്നത്. അത് മാത്രമല്ല, പിഴത്തുകയുണ്ട്. 3 ലക്ഷം രൂപയോളമാണ് പൾസർ സുനിക്ക് മേലെ പിഴ ചുമത്തിയിരിക്കുന്നത്. അതിലൊരു ഭാഗം ഈ അതിജീവിതയ്ക്ക് കൊടുക്കണമെന്ന് കോടതി പറയാണ്. അപ്പോ ഈ പണം കൊണ്ടൊക്കെ തീരുന്നതാണോ ഈ ഒരു പ്രശ്നം എന്നുള്ള ഒരു ചോദ്യമല്ലേ ഇവിടെ? അവിടെയാണ്, അതാണല്ലോ നമ്മൾ ദിലീപ് രക്ഷപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. പണം കൊണ്ട് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല എന്ന് പല പ്രമുഖരും ഈ ആ ഒരു വിധിക്ക് ശേഷം പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തിന് ഈ പണം കൊണ്ട് വിലയിടാൻ കഴിയില്ല. അത് നമ്മൾ വൈകാരികമായി പറയുന്നതാണ്. കാരണം അത് കോടതി മുൻപ് പറഞ്ഞല്ലോ, കോടതിയുടെ തെളിവോ അല്ലെങ്കിൽ അവരുടെ നീതിന്യായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളോ വാദപ്രതിവാദങ്ങളോ ഒന്നുമല്ല. പക്ഷേ നമുക്ക് വൈകാരികമായി ചിന്തിക്കുമ്പോൾ ഒരു പീഡനം നടക്കുന്നു, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അതിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും വൈകാരികമായി, അല്ലെങ്കിൽ അവനെ അങ്ങ് കൊന്നുകളയണം, ആ രീതിയിലൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ അവരവരുടെ പ്രതിഷേധം ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. 13 വർഷമാണോ അവന് കിട്ടേണ്ടിയിരുന്നത്? അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ അഖിൽമാരാരെ പോലെയുള്ള വെളിവില്ലാത്ത കുറേ എണ്ണങ്ങൾ ഒരു നെടുനീളത്തിൽ കുറേ പോസ്റ്റുകളൊക്കെ ഇട്ടായിരുന്നു. അതായത് SUV-ക്കകത്ത് എങ്ങനെ ഒരു പീഡനം നടക്കും? ഭാര്യയും ഭർത്താവും അല്ലെ കാമുകനും ഒക്കെ SUV-ക്കകത്ത് കയറിയിട്ട് അതിന്റെ ഡെമോ എന്ന് കാണിക്കണമെന്ന്. എന്ത് ഉളുപ്പില്ലാത്ത വർത്താനാണ്! ആ അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളല്ലേ ഇയാൾ പറഞ്ഞത്. ഇവനൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ ദിലീപിന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ ഒക്കെ കാല് നക്കിയാൽ മുൻപോട്ട് ജീവിക്കാമായിരിക്കും. പക്ഷെ ഇവിടുത്തെ എല്ലാവരുടെയും ആത്മാഭിമാനത്തിന് കയറി അങ്ങ് വിലയിടരുത്. അതാണ് ഈ ഇതുവരെയുള്ള കേസുകളിലൊക്കെ, ഇതിപ്പോ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു കേസാണ്. അതായത് കൊട്ടേഷൻ റേപ്പ് എന്നുള്ളൊരു സംഭവം. അതിനേക്കാൾ ഉപരി മറ്റൊരു വിഷയം കൂടെ ഇതിലുണ്ട്. അതായത് ഇതുവരെ കോടതി വിധിയെ ഒരാൾ പോലും ചോദ്യം ചെയ്യാറില്ല. നിയമപരമായിട്ടും വൈകാരികമായിട്ടും അതിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ആർക്കും ഇല്ല. പക്ഷെ ഈ ഒരു കേസിൽ തുടക്കം മുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മാധ്യമ പ്രവർത്തകരടക്കം വരുന്നത് കാണാം, പക്ഷെ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പല മാധ്യമ പ്രവർത്തകർക്കുണ്ട്. കാരണം അത്രമാത്രം ഒരു നീതികേടായിട്ട് ഈ ഒരു വിഷയം മാറുന്നില്ല. ആ ഒരു ഇടപെടൽ മാധ്യമ പ്രവർത്തകരുടെ അടക്കം ഇപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം അമ്മയിൽ നിന്ന് രാജിവെച്ച് പോകുന്നതടക്കമുള്ള നിലപാടുകൾ പല വനിതകളും നടത്തുന്നത്. ഒരുപക്ഷെ അവരുടെ കരിയർ തന്നെ അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. എങ്കിൽ പോലും പ്രതികരിക്കണം എന്ന് അവർ ഉറച്ചു തീരുമാനിക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറുന്നുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ഈ പറയുന്ന കരിയർ തന്നെ അങ്ങ് നശിച്ചു പോയിക്കോട്ടെ എന്ന് കരുതി എല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ള കുറച്ചധികം നടിമാരുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എടുത്ത് വെച്ച് നോക്കിയാൽ മതി. പാർവതി, രമ്യ നമ്പീശൻ തുടങ്ങി എത്രയോ പേരുടെ കരിയറാണ് ഈ ഒരു കേസിൽ നശിച്ചു പോയിരിക്കുന്നത്. അത്രത്തോളം ടാലന്റഡ് ആയിട്ടുള്ള ആക്ട്രസിന് പോലും ഫീൽഡിന് പുറത്തേക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾ ഇതിനെ അതിശക്തമായി വിമർശിക്കുന്നു. അതായത് നമുക്ക് അവസാന പിടിവള്ളി എന്നുള്ള കോടതിയിൽ നിന്ന് പോലും നമുക്ക് തിരിച്ചടി കിട്ടുമ്പോൾ
ജനങ്ങൾ അതിനെ എതിർത്ത് സംസാരിച്ചു തുടങ്ങും. നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തും. പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുമ്പോഴാണല്ലോ വലിയ ശബ്ദങ്ങൾ ജനങ്ങളിൽ നിന്ന് ഉയരുമ്പോഴാണല്ലോ പലതിനും പല മാറ്റങ്ങളും വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്കിതിന് മാറ്റം വരണമെന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഈ ഒരു ഭർത്താവ് ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്ന ഒരു കേസ് ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആ സ്ത്രീയുടെ കേസ് വാദിക്കുന്ന സമയത്ത് ഭർത്താവിന് ശിക്ഷയിൽ ഇളവ് കൊടുത്തതിനെ കുറിച്ചുള്ള വലിയ വിമർശനങ്ങൾ വന്നു. അന്ന് കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അയാൾക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതും അതുപോലെ തന്നെ അയാളുടെ പ്രായവും പരിഗണിക്കുന്നു. അതെന്തിന് പരിഗണിക്കണം? അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം എന്തിന്? അയാൾക്ക് ക്രിമിനൽ മൈൻഡ് ഉള്ളത് കൊണ്ടാണല്ലോ അയാൾ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തത്. ആ സ്വന്തം ഭാര്യയെ മറ്റേ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചിട്ട് ഞാൻ വളരെ നിഷ്കുവാണെന്ന് പറഞ്ഞ് അയാള് എത്രയോ അഭിനയങ്ങളായിരുന്നു കാഴ്ചവെച്ചത്. കോടതിക്ക് മുൻപിൽ പോലും എന്തെല്ലാം അഭിനയങ്ങൾ കാഴ്ചവെച്ചു. അയാൾക്ക് കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലം, ക്രിമിനൽ ബുദ്ധി അയാൾക്കുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തത്. ഇവിടെ ഗ്രീഷ്മയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിസ്സാരമായിരുന്നു ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ രീതി. അതായത് അവനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് തുല്യമായി പോയി. അവന്റെ ആന്തരിക അവയവങ്ങൾ പൊള്ളി അടർന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, വെള്ളം കുടിക്കാൻ കഴിയാതെ. എന്നിട്ടും ഇവിടുത്തെ അന്ന് നമ്മൾ ഏറ്റവും എതിർത്തൊരു കാര്യമല്ലേ, അതായത് അവൾ മിടുക്കിയാണ് എന്ന് പോലീസ് പോലും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഏറ്റവും അതിശക്തമായി എതിർത്തില്ലേ? കോടതിയിൽ പോലും ഇവൾ മിടുക്കിയാണ്, റാങ്ക് ഹോൾഡർ ആണ് എന്ന് വാദിച്ചപ്പോൾ നമ്മൾ അതിനെ എതിർത്തില്ലേ? ഇതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്. അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് അത് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനൊരു അവസരം കിട്ടുമ്പോൾ അവരത് വിനിയോഗിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കോടതിയുടെ ഇത്തരത്തിലുള്ള ഇളവ് കൊടുക്കുന്ന രീതിയെ അതിശക്തമായി തന്നെ ജനങ്ങൾ എതിർക്കും. കാരണം ഇവിടെ നമുക്ക് ഈ നാട്ടിൽ ആവശ്യം, ഇവിടെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് എല്ലാ കാലത്തും നമ്മൾക്കത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുമോ? എന്ത് സുരക്ഷിതത്വമാണ് നമുക്കുള്ളത്, നമ്മുടെ പെൺമക്കൾക്കുള്ളത് എന്നുള്ള ചോദ്യം പെൺമക്കളുള്ള ഓരോ അച്ഛനമ്മമാരുടെയും ആവലാതിയാണ്. അവിടെ നമുക്ക് കോടതികളിൽ നിന്ന് പോലും ഈ പറയുന്ന നീതി ലഭിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അതിശക്തമായി തന്നെ പ്രതിഷേധിക്കും. എന്തായാലും നിയമത്തിന്റെ പഴുതുകൾ അത് തന്നെയാണ് ഈ ഒരു വിഷയത്തിലുള്ളത്. എന്തായാലും നീതിക്ക് വേണ്ടി പോരാടുക, ആ നീതി കിട്ടിയിട്ടില്ല എങ്കിൽ നീ തീയാകുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. മുന്നോട്ട് നടപടികളുമായിട്ട് അതിജീവിത പോകുമെന്നാണ് പ്രതീക്ഷ. അവർക്കൊപ്പം ഉണ്ടാകും.